പാലക്കാട് ചിറ്റൂർ ചെക്ക് ഡാമിലെ ഓവിൽ കുടുങ്ങിയ 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് സ്വദേശികളായ ശ്രീ ഗൗതവും അരുണുമാണ് മരിച്ചത്. കോയമ്പത്തൂർ കർപ്പകം സർവകലാശാലയിലെ 2ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥികളാണ് ഇരുവരും. 21-കാരനായ രാമേശ്വരം സ്വദേശി ശ്രീഗൗതത്തെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. നെയ്യേലി സ്വദേശി അരുൺകുമാറിനെ 4.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി അജിത് ബാബു പാലക്കാട് നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, ദാരുണമായ ഒരു ദുരന്തമാണ് ഉണ്ടായത്. 2 വിദ്യാർത്ഥികളുടെ ജീവനും നഷ്ടമായി. തീർച്ചയായും പിന്നിൽ അത്തരത്തിൽ തന്നെയാണ് വളരെ വേദനിപ്പിക്കുന്ന നമ്മുടെ കേരളം ആകെ പ്രതീക്ഷയോടെ അരുണിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് കരുതിയെങ്കിലും അത്തരത്തിൽ അരുണും ഇത്തരത്തിൽ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശ്രീഗൗതത്തെ ആദ്യം പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലാണ് നടന്നത്. പ്രത്യേകിച്ച് റെഗുലേറ്റർ വരെ ഓഫ് ചെയ്തുകൊണ്ട് വെള്ളത്തിന്റെ നീരൊഴുക്ക് കുറച്ച് അരുണിനെ കണ്ടെത്താനുള്ള ശ്രമം വരെ നടത്തി. പക്ഷേ അതിനെല്ലാം ഒടുവിൽ അരുണും മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ 10ഓളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് അവധി ദിവസമായതുകൊണ്ട് എത്തുകയും ഈ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പാലത്തിനോട് ചേർന്നുള്ള ഓവിൽ അകത്തേക്ക് വെള്ളം വലിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. ആ ദൃശ്യം അതുവഴി ഇവർ 2 പേരും ഈ ഓവിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്. പിന്നീട് സ്കൂബ ഡൈവിംഗ് സംഘം ഉൾപ്പെടെ എത്തി ഈ ഓവിൽ പരിശോധന നടത്തിയെങ്കിലും അപ്പുറത്ത് മുതൽ ഇപ്പുറം വരെ എത്താനുള്ള കഴിഞ്ഞിരുന്നില്ല. കാരണം അത്രയും ദൂരമുണ്ട് ഈ ഓവിന്. പക്ഷേ അതിനുശേഷം തിരച്ചിലുകളൊക്കെ ഏതാണ്ട് പല ഭാഗത്തായി നടക്കുന്ന സമയത്താണ് ഓവിന്റെ അകത്ത് ചേർന്ന് ഇത്തരത്തിൽ അരുണിന്റെ കൂടി മൃതദേഹം കണ്ടെത്തുന്നത്. ഇവരുടെ ബന്ധുക്കൾ ഇന്ന് തന്നെ എത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഏതാണെങ്കിലും ബിന്നിൽ സൂചിപ്പിച്ചതുപോലെ ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ചും 20 വയസ്സും 21 വയസ്സും മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികളാണ്. അവരുടെ മുമ്പിൽ ഒരുപാട് ലോകമുണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒപ്പം വന്ന കൂട്ടുകാരുടെ മാനസിക നില അവരാകെ വലിയ തരത്തിലുള്ള ട്രോമയിലായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലും വലിയൊരു വേദനയായി ഈ സംഭവം അവശേഷിക്കും. ഏതാണെങ്കിലും ഈ പ്രദേശം തിരിച്ചറിയാനാവാത്ത പ്രദേശത്തിന്റെ സ്വഭാവം അറിയാതെയാണ് ഇവർ വെള്ളത്തിലിറങ്ങിയത്. അതാണ് ഈ അപകടം വലിയ രീതിയിൽ അവരെ ബാധിക്കാനുള്ള കാരണമായത്. കാരണം ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്നവർ, പ്രദേശത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവർ ഈ സൈഡിലേക്കൊന്നും പോവാറില്ല. പുഴയുടെ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റ് ഭാഗങ്ങളിലാണ് കുളിക്കാറുള്ളത്. ഇതിവിടെ ഇത്തരത്തിൽ അകത്തേക്ക് വലിച്ചെടുക്കുന്ന ഈ ഭാഗത്തേക്ക് ഇവർ പോയതാണ് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടാകാൻ കാരണമായത്. ഏതാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മരണ വാർത്തകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൽ വലിയ വേദനയോടെയാണ് കേരളം ആകെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ മഴക്കാലത്ത് കാണുന്നത്. പ്രത്യേകിച്ചും ഈ മുൻകരുതലുകൾ എടുക്കാതെ കൃത്യമായ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർക്കെല്ലാം ഉള്ള ഒരു മുൻപാഠം കൂടിയാണ് എന്ന് നമുക്കിതിനെ പറയാൻ കഴിയും. അത്രത്തോളം വേദനാജനകമായ സംഭവമാണ്. 2 വിദ്യാർത്ഥികൾ, ലോകം ഒരുപാട് അറിയാനുണ്ടായിരുന്ന, ഒരുപാട് പ്രതീക്ഷകൾ മുമ്പിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി.